ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A to Zന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് NIT കാലിക്കറ്റ് ഒരു വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട്. കോൺട്രാക്റ്റ് ബേസിൽ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായും കോൺട്രാക്റ്റ് ടെമ്പററി ബേസിസ് ആയിരിക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുമെങ്കിൽ മാത്രമേ ഞാൻ തുടർന്നുള്ള എല്ലാ വീഡിയോകളും അപ്ലോഡ് ചെയ്യുമ്പോൾ ജോബ് അപ്ഡേറ്റ്സ് ആയിരിക്കും നമ്മുടെ ചാനലിലൂടെ നൽകുന്നത്. അത് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം. ഇപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് ആണ് ഓഫീസ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് കോൺട്രാക്റ്റ് ബേസിൽ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് വരുന്ന 11 മാസമാണ്, 11 മാസം വരെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്ക് വരുന്ന സാലറി അല്ലെങ്കിൽ റെമ്യൂണറേഷൻ പറഞ്ഞത് 13,750 13,750 രൂപയായിരിക്കും മന്ത്ലി ഇതിലേക്ക് വരുന്ന റെമ്യൂണറേഷൻ. ഇപ്പോൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് 2/9/2019 മുമ്പ് www.nitc.ac.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് മുഖാന്തരം അപ്ലൈ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ടും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അതുപോലെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ലഭിക്കുന്നതാണ്. ഇപ്പോൾ 2/9/2019 മുമ്പ് അപേക്ഷിച്ച ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്നത് 16/9/2019 ആ ഇൻ്റർവ്യൂ നടക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 6/9/2019 ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഷോർട്ട് ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് എക്സാം ഉണ്ടായിരിക്കുന്നില്ല, ഇൻ്റർവ്യൂ മുഖാന്തരമായിരിക്കും തിരഞ്ഞെടുപ്പ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. എനി ഡിഗ്രി ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതി, അല്ലെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ്. ഇതിൻ്റെ കൂടെ തന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് സ്പ്രെഡ്ഷീറ്റ് പ്രൊഫിഷ്യൻസി ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് സ്പ്രെഡ്ഷീറ്റ് ആൻഡ് വിത്ത് എ മിനിമം ടൈപ്പിംഗ് സ്പീഡ് ഓഫ് 30 വേർഡ്സ് പെർ മിനിറ്റ്. ഇപ്പോൾ ഈ യോഗ്യത ഉള്ളവരൊക്കെ മാത്രം അപേക്ഷിച്ചാൽ മതി. അപ്പോൾ ഇതിലേക്ക് എക്സ്പീരിയൻസ് മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് വന്ന ഷോർട്ട് ആൻഡ് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 27 വയസ്സ് കവിയാൻ പാടില്ല. 1/8/2019 കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുന്നത്. ഇതിൽ ഷോർട്ട് ലിസ്റ്റ് 2/9/2019 മുമ്പ് അപേക്ഷിച്ചവരുടെ ഷോർട്ട് ലിസ്റ്റ് 6/9/2019 വരും. അതിനുശേഷം 16/9/2019 ഈ പറഞ്ഞ ഭാസ്കർ ആൻഡ് ചാണക്യ ഹാൾ NITCയിലായിരിക്കും ഇതിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് നിങ്ങൾ ഈ അപേക്ഷിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റൊക്കെ പരിശോധിക്കുക. അപ്പോൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് വേണ്ടിയിട്ടുള്ള ഓഫീസ് അസിസ്റ്റൻ്റ് പറഞ്ഞ എത്ര എണ്ണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ താല്പര്യമുള്ള കോഴിക്കോടൊക്കെ ജോലി NITയിൽ ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായും അവർക്കും ഉപകാരപ്പെടുന്നതാണ്. അതുപോലെ തന്നെ താല്പര്യമുള്ള ഈ യോഗ്യതയുള്ള ആളുകൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം, പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം അപേക്ഷിക്കാൻ ശ്രമിക്കാം. ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സുകളും ന്യൂസുകളൊക്കെ നിങ്ങൾക്ക് ഉടനടി ലഭിക്കാൻ നിങ്ങൾ A to Zന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.